നമസ്കാരം. അഗോറവിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2026 വിഷു ഫലത്തിൽ മീനക്കൂറാണ് നോക്കുന്നത്. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി ചേർന്ന ഈ കൂറുകാർക്ക് ഏറ്റവും ഒരു നല്ല ഭാഗ്യസമയത്തിലൂടെയായിരിക്കും കടന്നു പോവുക. ഈ നക്ഷത്രക്കാർക്കൊക്കെ വിദേശത്ത് ജോലി ചെയ്യാനും ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായ സമയമായിരിക്കും. ഈ ഒരു കാലഘട്ടം ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സമയമായിരിക്കും. മീനക്കൂറുകാർക്ക് വിവാഹത്തിന് പ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കാനും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വിഷുക്കാലം സമ്മാനിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സമയമായിരിക്കും. ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാൽ പോലും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മീനക്കൂറുകാർക്ക് ഈ സമയം സാധിക്കുന്നതായിരിക്കും. സംരംഭങ്ങൾ മെല്ലെ മെല്ലെ മെച്ചപ്പെട്ട് വലിയ തോതിൽ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നു ചേരും. ഈ നക്ഷത്രക്കാരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമായിരിക്കും. വസ്തു വാങ്ങുന്നതിനും ഒക്കെ അനുകൂലമാണ്. വീട് പണിയുന്നതിനും അനുകൂലമാണ്. പഴയ വീട് പുതുക്കി പണിയാനും ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും. വാഹനാദി കാര്യങ്ങളും വാങ്ങാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും മീനക്കൂറുകാർക്ക്. എന്ത് ചെയ്താലും അതിലൊരു കൃത്യമായ ഡോക്യുമെന്റേഷൻ ചെയ്തു വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പിന്നീട് സമയം മോശം വരുമ്പോൾ അത് നമുക്ക് തിരിച്ച് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുൻകരുതൽ എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ, ഉന്നത വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് സമ്പർക്കം പുലർത്താനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുപോലെ ആത്മീയ യാത്രകൾ നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമായിരിക്കും. സന്തോഷകരമായിട്ട് ഉല്ലാസയാത്രകളൊക്കെ നടത്താൻ കഴിയുന്ന സമയമായിരിക്കും ഈ ഒരു വിഷുക്കാലം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ മീനക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഒരു ഭാഗ്യസമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ശനീശ്വരനെ നല്ല രീതിയിൽ ഭജിക്കുക. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക, എള്ള് പായസം കഴിപ്പിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക. അതുപോലെ ഹനുമാന് വെറ്റിലമാല, വടമാല, അവിൽ നിവേദ്യം കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരാൻ സഹായിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.